വരും വർഷങ്ങളിൽ ഹജ്ജ് തീർത്ഥാടനം വസന്തകാലത്തായിരിക്കുമെന്ന് സൗദിയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കഠിനമായ വേനൽക്കാലത്തെ ഹജ്ജ് സീസണുകൾക്ക് താൽക്കാലിക വിരാമമായതോടെ തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. തീർത്ഥാടകർ പാലിക്കേണ്ട പുതിയ ആരോഗ്യ നിർദ്ദേശങ്ങളും അധികൃതർ പുറപ്പെടുവിച്ചു. അടുത്ത 8 വർഷത്തേക്ക് ഹജ്ജ് കർമ്മം വസന്തകാലത്തായിരിക്കും നടക്കുക എന്നാണ് സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വാർത്തയാണിത്. വർഷങ്ങളായി അനുഭവപ്പെടുന്ന കഠിനമായ വേനൽക്കാല ഹജ്ജ് അവസാനിക്കുകയാണ്. ഇനി 25 വർഷങ്ങൾക്ക് ശേഷമേ ഹജ്ജ് വേനൽക്കാലത്തിന്റെ കഠിനമായ ചൂടിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ എന്ന് കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥാ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷയും സന്നദ്ധതയും ഉറപ്പാക്കാൻ മെയ് 6-ന് പ്രത്യേക ശില്പശാല സംഘടിപ്പിക്കും. വിശുദ്ധ മണ്ണിലെ കാലാവസ്ഥാ റെക്കോർഡുകൾ വിലയിരുത്തി ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയാണ് ലക്ഷ്യം. ഇതിനോടൊപ്പം ആരോഗ്യ മന്ത്രാലയം കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഹജ്ജിനെത്തുന്നവർ മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുത്തിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ വാക്സിൻ എടുക്കാത്തവർ ഇത് നിർബന്ധമായും പൂർത്തിയാക്കണം. കൂടാതെ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനും ആരോഗ്യ മന്ത്രാലയം ശുപാർശ ചെയ്യുന്നുണ്ട്. അതേസമയം ആഭ്യന്തര തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിനായി 73 അംഗീകൃത കമ്പനികളുടെ പട്ടിക ഹജ്ജുംറ മന്ത്രാലയം പുറത്തുവിട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട ഈ 73 കമ്പനികളും മന്ത്രാലയം നിശ്ചയിച്ച കർശനമായ ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയവരാണ്. തീർത്ഥാടകരുടെ താമസം, യാത്ര, ഭക്ഷണം തുടങ്ങി എല്ലാ പ്രധാന ആവശ്യങ്ങളും ഈ കമ്പനികൾ വഴി ലഭ്യമാകും. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.